നമ്മളെ സുഖ് വാക്കിഫിലൂടെ ഒരു കാൽനട യാത്ര, ജൈത്രയാത്ര. ഇത് നമ്മളെ ചങ്ക് യൂൻസ് ആണ്, വയനാടുള്ളതാണ്. നല്ല വാടക ഞങ്ങളടുത്ത് വാങ്ങണ്ട, ഞങ്ങളെ ബിൽഡിങ്ങിന്റെ ഓണറാണ്, മുതലാളിയാണ്. ഇത് നമ്മളെ സൂക്ക് വാക്കിഫിന്റെ അടുത്ത് പിന്നെ മീഡിയ റൂമാണ്. അതിനകത്താണ് മീഡിയൻ്റെ കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യുന്നത്. ഒരേ കൺട്രോൾ സാധനങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. ഇതിനിടയ്ക്ക് ഇവിടെ ഭയങ്കര ഫോട്ടോഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. 2-3 പേര്. പിന്നെ ഇതാ ഞങ്ങളെ മോഹൻലാളി, അവൻ പറയുന്നതെന്ന് വെച്ചാൽ മോഹൻലാലിൻ്റെ രൂപത്തിൽ നടക്കുന്നൊക്കെ പറഞ്ഞിട്ട് ആ ലെവലിൽ നടക്കുന്ന ഇതാ അവൻ്റെ തിരുവുകാരൻ അവനക്ക് വീഡിയോ എടുക്കുന്നുണ്ട്. ഇതാ ഇവൻ മോഹൻലാലിൻ്റെ കൂട്ടം നടക്കുന്ന പറയുന്നത്. ഇപ്പൊ നമ്മൾ നിൽക്കുന്ന സൂക്ക് വാക്കിന്റെ അടുത്തുള്ള സ്ഥലത്താണ്. അതിനടുത്ത് ഇത് ഇവിടുത്തെ വലിയ ബാങ്കാണ് ഇത്. പിന്നെ നേരെ ഇങ്ങോട്ട് തിരിഞ്ഞാൽ ഇതാ സൂക്ക് വാക്കിഫ് സൂക്കാണ്. അതിനിവിടെ പ്രത്യേക കൗണ്ടർ കാര്യങ്ങൾ. ഇവിടെ ഒരുപാട് മീഡിയ റൂംസ് ഉണ്ട്. നിങ്ങൾ അങ്ങോട്ട് നോക്കിയാൽ കാണുന്നത് മീഡിയ റൂംസ് ആണ്. ഒരുപാട് മീഡിയകളുടെ റൂമാണ് ആ കാണുന്നത്. ഇവിടെ ഹൈ സെക്യൂരിറ്റിയാണ്. ഇതിപ്പോ നമ്മൾ കോർണിഷിലേക്ക്, സൂക്ക് വാക്കിഫിന്ന് കോർണിഷിലേക്ക് നടന്നു പോകുന്ന വഴിയാണ്. ഇപ്പോ നമ്മൾ ഈ മുന്നിൽ കാണുന്നത് കോർണിഷ് റോഡാണ്. കോർണിഷ് റോഡ് പൂർണ്ണമായിട്ടും അടച്ചിട്ട രീതിയിലാണുള്ളത്. അവിടെ നിന്ന് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇതാ പോലീസ് കൺട്രോളിങ്ങിലാണ് ഇവിടെ നിൽക്കുന്നത്. ഇവിടെ ഫുൾ ബാരിക്കേഡ് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് പോലീസ് കൺട്രോളിങ്ങിലാണുള്ളത്. ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കി കഴിഞ്ഞാൽ ഇത് ബനാന ഐലൻഡിലേക്ക് പോകാനുള്ള ടിക്കറ്റ് എല്ലാം കൊടുക്കുന്ന ഒരു സ്ഥലം കേട്ടോ. ഈ നിങ്ങളിപ്പോ ഈ കാണുന്ന സ്ഥലം ഇത് ബനാന ഐലൻഡിലേക്ക് പോകാനും വേണ്ടി ഇവിടെ ഒരു ഐലൻഡ് ഉണ്ട്, ഖത്തറിലെ ഒരു ഐലൻഡ് ഉണ്ട്, ബനാന ഐലൻഡ്. ഈ ബനാന ഐലൻഡിലേക്ക് പോകാൻ ടിക്കറ്റ് കാര്യങ്ങൾ കൊടുക്കുന്നതും അതിന്റെ ബാക്ക് സൈഡിൽ പിന്നെ ബോട്ട് സർവീസും ഉണ്ട്. ഈ ബോട്ട് സർവീസിന്റെ ഒക്കെ ഉള്ള ടിക്കറ്റ് കൊടുക്കുന്ന കൗണ്ടർ കാര്യങ്ങളൊക്കെയാണ് ആ ഭാഗത്തുള്ളത്. ഇതും കോർണിഷ് ഏരിയയാണ്. ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് കോർണിഷിലാണ്. കോർണിഷില് പിന്നെ ബോട്ട് സർവീസ് ഒക്കെ ഉള്ള ഒരു ഭാഗമാണിത്. ഇപ്പോഴത്തെ നമ്മളെ കോർണിഷിലെ അവസ്ഥ എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും ഈവനിങ്ങിൽ ഇതുപോലെ ജനത്തിരക്കാണ്, ജനസാഗരാണ്. പിന്നെ ഈ ഭാഗങ്ങളിലാണ് ഓരോ ടീമിന്റെയും ഫാൻസിന്റെ പ്രകടനം നടക്കുന്ന സ്ഥലം. ഇവിടെ ബോട്ട് സർവീസ് ഉണ്ട്. ഈ ബോട്ട് സർവീസിന്റെ ഏരിയ ആണ് ഇത്. ഇവിടെ ബോട്ട് സർവീസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാ രാജ്യത്തിന്റെയും ഫ്ലാഗ് ഇവിടെ ഉണ്ട് അതിമനോഹരമായിട്ട്. അതിന് ഇടയ്ക്ക് ഒരു ഫ്ലാഗ് ഉണ്ട് മക്കളെ, കാണണം.
ആ ഫ്ലാഗിനാണ് ഞാൻ തെരഞ്ഞു പോകുന്നത്. ഇതാ കണ്ടോളി, ഇതാണ് നമ്മുടെ സ്വന്തം മാതൃരാജ്യത്തിന്റെ ഫ്ലാഗ്. വന്ദേ മാതരം. നമ്മുടെ ഇന്ത്യയുടെ കൊടിയാണ് അതിമനോഹരമായിട്ട് കാറ്റില് വളരെ ഉഷാറായിട്ട് പാറിക്കൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ ഈ ഖത്തറിൽ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്, ഭയങ്കര സന്തോഷം. ഖത്തറിന്റെ മണ്ണിൽ ഇന്ത്യന്റെ ഫ്ലാഗ് എല്ലാ രാജ്യത്തിന്റെ കൊടികളുടെ കൂടെ പാറി പറക്കുന്ന അതിമനോഹരമായ ഒരു കാഴ്ചയാണ് ഇപ്പൊ നമ്മൾ കാണുന്നത്. എല്ലാ രാജ്യത്തിന്റെ ഉണ്ട്, പക്ഷെ ഇന്ത്യന്റെ കൊടി എടുത്തു കാണിക്കാൻ ഞാൻ ഒരു ഇന്ത്യക്കാരനായതുകൊണ്ട്, ഞാൻ എൻ്റെ രാജ്യത്തിനെ അത്രമാത്രം സ്നേഹിക്കുന്നതുകൊണ്ടും എനിക്കിത് കാണിച്ചേ പറ്റൂ. ഇതാണ് എൻ്റെ രാജ്യത്തിന്റെ, എൻ്റെ മാതൃരാജ്യത്തിന്റെ കൊടി. എനിക്ക് അന്നം തരുന്ന രാജ്യത്തിന്റെ കൊടി ഇതാ ഇതിന് തൊട്ടടുത്തുണ്ട്, അതായത് ഖത്തറിന്റെ. ഞാൻ ഖത്തറിന്റെ മണ്ണിലാണ് ജോലി ചെയ്യുന്നത്. ഖത്തറിന്റെ കൊടി തൊട്ടടുത്തുണ്ട്. ഏറ്റവും അടുത്ത് ഒരു സന്തോഷമുള്ള ഒരു കാര്യം എന്താന്ന് വെച്ചാല്, ഇതാ നിങ്ങൾ കാണുന്നില്ലേ, ഖത്തറിന്റെ കൊടിയും നമ്മുടെ ഇന്ത്യന്റെ കൊടിയും തൊട്ടടുത്ത. ഖത്തറിന്റെ കൊടി, ഇന്ത്യയുടെ കൊടി. ഇതൊക്കെയാണ് ഇന്ത്യക്കാർക്കുള്ള ഒരു സന്തോഷം. ഖത്തർ ഗവൺമെന്റ് ഇങ്ങനെ ഇത്ര അടുത്തൊക്കെ വെച്ച് നമ്മളെ കൊടിയൊക്കെ വളരെ ബഹുമാനിക്കുന്ന നല്ലൊരു കാഴ്ചയാണ് ഈ ഫ്ലാഗുകൾക്ക് ഇടയിലുള്ള ഒരു കാഴ്ച. ഹലോ സുഹൃത്തുക്കളെ, കുറച്ച് ലൈറ്റ് കുറവുണ്ട്. ഇതാണ് ഉരു. ഇവിടെ ഒരുപാട് ഉരുകളുണ്ട്. ഇതിന്റെ കൂട്ടത്തില് വേറെ രസം എന്താന്ന് വെച്ചാല്, നമ്മളെ നാട്ടിൽ നിന്ന്, ഇന്ത്യയിൽ കേരളത്തിൽ നിന്ന് ബേപ്പൂരിൽ നിന്ന് പണി അയപ്പിച്ച് വന്ന ഉരുണ്ട്. അത് ഏതാണ് കറക്റ്റായിട്ട് എനിക്കറിയില്ല. അത് ഇതിന്റെ ഇടയ്ക്ക് എവിടൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട്. അതാണ് ഞാൻ ഇത് പ്രത്യേകം എടുത്ത് കാണിക്കുന്നത്. എല്ലാരും കുറച്ച് ഒരു ചെറിയ ചമ്മലുള്ള മനുഷ്യനാണ്. ചമ്മാത്താള്. ഹലോ ഗൈസ്, ബാക്കിൽ ബസ് വരുന്നുണ്ട്. അപ്പൊ ഇനി അത് ഇടിക്കാതെ കാണുന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് ശ്രദ്ധിക്കണം. ഇത് ഫിഫയ്ക്ക് വേണ്ടി ഖത്തർ ഗവൺമെന്റ് റെഡിയാക്കിയുള്ള ബസ്സുകളാണ്. ഇപ്പൊ നമ്മള് ഇതാ ഈ കാണുന്ന ഈ ഡെക്കറേറ്റ് ചെയ്ത സ്ഥലം, ഈ കാണുന്ന ഈ വഴി ഖത്തറിലെ ആദ്യത്തെ പോർട്ടാണ്, സീപോർട്ട്. ആ സീപോർട്ടിലേക്ക് പോകുന്ന വഴിയാണ് കാണുന്നത്. ഈ ഷിപ്പ് കാണാൻ വരുന്ന ആളുകൾ പിന്നെ നമ്മളെ പഴയ ഖത്തറിലെ പഴയ സീപോർട്ടിലേക്ക് വരാം. ഖത്തറിലെ പഴയ സീപോർട്ടിൽ വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും ഈ ഷിപ്പ് കാണാൻ പറ്റുന്നതാണ്. ഇതാണ് ഷിപ്പ് കാണാൻ വരുന്ന ആളുകൾക്കുള്ള ബസ്. നമ്പർ കാണുന്നുണ്ടോന്ന് അറിയില്ല, സൂം ചെയ്യാ. D821 സൂക്ക് വാക്കിഫ് സൗത്ത് കോർണിഷ് ഷിപ്പ് ഹോട്ടൽസ് എന്ന് എഴുതിയിട്ടുണ്ട്. നമ്മൾ കാണാൻ വന്ന കാഴ്ചയാണിത്. ഇതാ ഖത്തറിൽ വന്ന് നിൽക്കുന്ന പടുക്കൂറ്റൻ കപ്പല്. 6000-ഓളം ആളുകൾ സ്റ്റേ ചെയ്യിക്കുന്ന കപ്പലാണ് ഇപ്പൊ ഈ വന്നിട്ടുള്ളത്. നമുക്ക് തൊട്ടടുത്തേക്ക് പോകാനുള്ള അനുമതി ഇല്ല. കുറച്ച് ദൂരെ നിന്ന് മാത്രമേ ഇപ്പൊ നമുക്ക് എടുക്കാൻ പറ്റുന്നുള്ളൂ. അങ്ങോട്ട് പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ പോയി എടുക്കുന്നതാണ്. ഇതാണ് ആ ഷിപ്പ്. നമ്മൾ ആ ഷിപ്പ് ഇതാ നേരിട്ട് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നു. ഖത്തറിൽ വന്നിട്ടുള്ള ഷിപ്പാണിത്, MSC. 6000-ഓളം ആളുകൾ താമസിക്കാനും വേണ്ടി ഉള്ള ഷിപ്പാണ് ഇപ്പൊ വന്നിട്ടുള്ളത്. MSC യൂറോപ്പാണ് ബാക്കിൽ കാണുന്നത്. ഇപ്പോ
നമ്മളെ ഷിപ്പ് കാണാൻ നമ്മളെ ഷെഫീഖിന് കാണുന്നുണ്ട്, അങ്ങനെ വന്നതാണ് ഷെഫീഖ്. നല്ലൊരു തള്ളി വന്നതന്നെ, അതിൽ ആ ചിരിയിൽ അത് പോയിക്കാൻ നമ്മളെ മൊലാളി നമ്മള് നല്ലൊരു തള്ളി അത് പോയി. ഇനി അത് പറഞ്ഞിട്ട് കാര്യമില്ല, ഇനി അത് കിട്ടൂല, ആ വൈബ് പോയി. ഖത്തറിൽ ഷിപ്പ് കാണാൻ, അതായത് 6000-ഓളം ആളുകൾ താമസിക്കാനുള്ള ഷിപ്പ് കാണാൻ വരാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ബസ് സർവീസ് ഉണ്ട്. ബസ്സിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് കോർണിഷിലേക്ക് വരുന്ന വഴിയാണ്. ഇത് നേരെ ഇങ്ങനെ തിരിഞ്ഞിട്ട് ഇത് വഴി ഇങ്ങനെ അങ്ങ് പോകും. ഇത് വഴി അങ്ങ് പോകും. അവിടെ ഒരു ബസ് വരുന്നുണ്ട്, ഒരുപാട് ബസ്സുകളുണ്ട്. അപ്പൊ ഈ ബസ്സുകളിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരിട്ട് പോവാം. പിന്നെ സ്വന്തം വാഹനമുള്ളവർക്കും വാഹനമായിട്ട് വരാം കേട്ടോ. സ്വന്തം വാഹനമുള്ളവർക്കും വാഹനമായിട്ട് വരാം. കോർണിഷ് വഴിയല്ല, സൂക്ക് വാക്കഫിന്റെ അതുവഴി നേരെ ഇങ്ങോട്ട് വന്നിട്ട് ചാടണം. അപ്പൊ അതിന് വഴി നിങ്ങൾ തന്നെ സ്വയം കണ്ടെത്തിയിട്ട് വരിക. ഇപ്പൊ ഞാൻ ഒരു ബസ് കാണിച്ചു തരാം. ഈ ബസ്സിന്റെ നമ്പർ കാണിച്ചു തരാം. ഇത് വരുന്ന ബസ്സാണ് സൂക്ക് വാക്കിഫ് സൗത്ത് ക്രൂസ് ഷിപ്പ് എന്ന് എഴുതിയിട്ട് D821. ഇത് പറയുന്നത് A31 ക്രൂസ് ഷിപ്പ് ഹോട്ടൽസ് എന്ന് പറഞ്ഞിട്ട് ഇതാ ബസ്. ഇത് നമ്മളെ ഷിപ്പിന്റെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ ബസ്. ഞാനിങ്ങനെ ഇരുന്ന് വട്ടം കറങ്ങാന്നുള്ളൂ. ഇവിടെ ഇതില് യൂട്ടേൺ അടിച്ച് ആ ബസ് അങ്ങോട്ടും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഒരുപാട് ബസ്സുകളുണ്ട്, നമ്പറുകൾ. ഇപ്പോ A31 ഉണ്ട്, പിന്നെ D821. അപ്പൊ ഈ ബസ്സിൽ വരുന്ന ആളുകൾക്കും വരാം. ആയാക്കാട് നിർബന്ധം ഇല്ല എന്നാണ് തോന്നുന്നത്. ഇതിൽ ഒരുപാട് നടന്ന് ക്ഷീണിച്ച് ഇനി ഞങ്ങള് നോക്കട്ടെ, എന്തെങ്കിലും രക്ഷ ഉണ്ടാ നോക്കട്ടെ. എവിടെ റോഡിന്റെ സെന്ററിൽ കൂടെ പോയി കഴിഞ്ഞാൽ ഇപ്പൊ പണി കിട്ടും. നമുക്കുള്ളൊരു ബസ് അവിടെ നിന്ന് വരുന്നുണ്ട്, ബാക്കിലൊരു ബസ് വരുന്നുണ്ട്. പക്ഷേ ഞങ്ങളെ കേട്ടിട്ടില്ല, അതാ പ്രശ്നം. ഞങ്ങളെ ബസ്സിൽ കേട്ടിട്ടില്ല. ബസ് എങ്ങോട്ടോ ആളൊക്കെ എന്ത് കണ്ടിട്ടാ പോണെന്ന് ഒരു പിടുത്തമില്ല. 2 ബസ് വരുന്നുണ്ട്, 2 ബസ്സിൽ ഏതെങ്കിലും ഒരു ബസ് ഞങ്ങളെ കയറ്റി കൊണ്ടുപോവാണെങ്കിൽ ഞങ്ങൾക്ക് ഷിപ്പിന്റെ അടുത്തെത്താം. അല്ലെങ്കിൽ ഇനിയിപ്പോ 5 കിലോമീറ്റർ അപ്പുറത്താണ് ഞങ്ങള് പിന്നെ വണ്ടി നിർത്തിയിട്ടുള്ളത്, നടന്നു പോണം. ഒരു ബസ് വരുന്നുണ്ട്, ഈ ബസ്സിൽ പോകാൻ പറ്റുമോ നോക്കട്ടെ. ഇതാണ് D81. ഞങ്ങൾ കയറുന്നുണ്ട്. ഓക്കെ, ഹലോ സുഹൃത്തുക്കളെ. അപ്പൊ ഞങ്ങള് ബസ്സിൽ കയറി. ഞങ്ങള് 4 ആൾക്കാർ ബസ്സിലുണ്ട്. നല്ല ചൂടാല്ലേ, നല്ല ചൂടാണ്. പക്ഷേ ഞങ്ങൾക്ക് ഫ്രീ ആട്ടോ സർവീസ്. നിങ്ങള് ഇവിടുന്ന് അങ്ങോട്ടുള്ള ഫ്രീ സർവീസിലാണ്. പിന്നെ എന്താന്നറിയില്ല, പിടിച്ച് പക്ഷെ ഇവര് കാർഡൊന്നും ചോദിക്കുന്നില്ല, കാർഡൊന്നും ചോദിക്കുന്നില്ല കേട്ടോ. അപ്പൊ ഞങ്ങളിതാ പോയിക്കൊണ്ടിരിക്കുന്നതാണ്. ഞങ്ങൾ കയറിയ ബസ് D821. 821. ഈ ബസ്സിൽ ഞങ്ങൾ കയറിയിട്ടുള്ളത്. ഇത് ഞങ്ങളെ പ്രശസ്ത മുതലാളി ഇവിടെ ഇരിക്കുന്നുണ്ട്. മുതലാളി ഇതാണ് ഞങ്ങളെ മുതലാളി. എന്തായാലും വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു യാത്രയുടെ പദാർത്ഥം കൂടെ ഇരിക്കുന്നത്. അത് ഗൈസ്, ഏതായാലും നിങ്ങൾക്ക് ഞങ്ങള് ഷിപ്പിന്റെ അടുത്തെത്തും. ഷിപ്പിന്റെ അടുത്ത് തന്നെ ഞങ്ങൾ നേരിട്ടുള്ള ഒരു വീഡിയോ ഞങ്ങൾ എടുക്കുന്നതാണ്, കാണിച്ചു തരാട്ടാ. ഓക്കെ, ഹലോ. എന്തൊരു സന്തോഷം. വെള്ളത്തിയാതി നിങ്ങൾ ബസ്സിൽ യാത്ര ചെയ്ത് കൂടി ഇരിക്കുകയാണ്. നിങ്ങൾ ബസ് എന്നുള്ള കാഴ്ചകൾ കാണിച്ചു തരാം, അതിമനോഹരമായ കാഴ്ചകള്. ബസ്സിൽ കയറിയുള്ള യാത്രയാണ്. ഞങ്ങൾ ഏകദേശം ഒരു 4-5 കിലോമീറ്റർ നടന്നിട്ടോ ക്ഷീണിച്ച് അവസാനം ഞങ്ങൾ കൈ കാണിച്ചു ബസ് നിർത്തി. അവിടെ സ്ക്രീനില് പാൻ കാർഡ് വരുതണം എന്നൊക്കെ പറയുന്നുണ്ട്. ഞങ്ങള് വരുതിയിട്ടും സ്കൈപ്പ് ചെയ്തിട്ടൊന്നുമില്ല. ഞങ്ങളുടെ അടുത്ത് ഒരു കാർഡും ഇല്ല. ഞങ്ങള് കയറിയിട്ടുണ്ട്, കയറി യാത്രയിലുണ്ട്. ബോസിന്റെ അടുത്തുണ്ടായിട്ട് കാര്യമില്ല, നമുക്കൊരു കാര്യമില്ലല്ലോ. അപ്പൊ ഹലോ ഗൈസ്, ഞങ്ങള് പെട്ടു എന്താണ് തോന്നിട്ടത്. ഞങ്ങൾ വന്ന ബസ്സിന് ചാടി കയറി. നാട്ടില് നമ്മള് KSRTCക്ക് കൈ കാണിച്ച് കയറുന്ന പോലെ ചാടി കയറിയതാണ്. പക്ഷെ ഞങ്ങൾ ഉദ്ദേശിച്ച സ്ഥലത്തേക്കല്ല ഈ ബസ്സിൽ പോകുന്നത്. ബസ് എവിടേക്കാ പോകുന്നത് ഒരു പിടുത്തവും ഇല്ല.
ആകെ പെട്ട് ഇതാ ഈ മുതലാളി ഉള്ളതുകൊണ്ട് ഞങ്ങൾ ആകെ പെട്ടെന്ന് തോന്നുന്നത്. നോക്കട്ടെ ഇത് എവിടെയൊക്കെ പോണെന്ന് നോക്കട്ടെ. ഇപ്പൊ പറഞ്ഞുതരട്ടാ. അവസാനം ഞങ്ങള് ബസ്സിൽ നിന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. താങ്ക് യു ബ്രോ. ഇപ്പൊ ഞങ്ങളിവിടെ എത്തി. ഏകദേശം സീപോർട്ടിലാണ് ഉള്ളത്. സീപോർട്ടില് ഇതാ നമ്മളെ കപ്പലാണ് അപ്പുറത്ത് നിൽക്കുന്നത്. ഏകദേശം നമ്മൾ ഇതിന്റെ അടുത്ത് ഞങ്ങൾ വന്ന ബസ്സാണ് ഇത് ട്ടോ. ഹലോ സുഹൃത്തുക്കളെ, നമുക്ക് ഇതിനകത്ത് കയറി എടുക്കാൻ പറ്റാത്തൊരു അവസ്ഥ ഉണ്ടായി. ഇപ്പം നിങ്ങൾ കാണുന്നത് നമുക്ക് കയറാൻ പറ്റില്ല. ജസ്റ്റ് ഞങ്ങൾ പുറത്തുനിന്ന് ഇങ്ങനെ ഷൂട്ട് ചെയ്യുന്ന രംഗമാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് കയറാൻ പിന്നെ ഓൺലൈൻ വഴി ബുക്ക് ചെയ്തിട്ടൊക്കെ വേണം കയറാൻ. അപ്പോൾ അതിൻ്റെ പ്രൊസീജിയേഴ്സ് ഞങ്ങൾക്ക് അറിയാത്തത് കൊണ്ട് പറ്റിയ ഒരു അബദ്ധമാണ്. അപ്പോൾ അടുത്ത പ്രാവശ്യം ഞങ്ങൾ അബദ്ധമൊക്കെ തിരുത്തിയിട്ട് പേപ്പറൊക്കെ റെഡിയാക്കിയിട്ട് ഇതിനകത്ത് കയറിയിട്ട് ഇതിനകത്ത് എത്ര റെസ്റ്റോറൻ്റ് ഉണ്ട്, എത്ര റൂമുകളുണ്ട്, ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങളെ അറിയിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം. ഇതിൻ്റെ ബാക്കിയും കൂടി നിങ്ങൾ കാണാം. ഹലോ സുഹൃത്തുക്കളെ, അപ്പോൾ നമുക്ക് ഷിപ്പിൽ കയറാൻ പറ്റില്ല. ഷിപ്പിൽ കയറണം എന്നുണ്ടെങ്കിൽ ടിക്കറ്റ് വേണം. ഓൺലൈനായിട്ട് ടിക്കറ്റ് എടുക്കണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഓൺലൈനായിട്ട് ടിക്കറ്റ് എടുക്കാന്നുണ്ടെങ്കിൽ എല്ലാവർക്കും കയറാം. അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ബസ് ഇങ്ങനെ വരിക്ക് നിർത്തിയിട്ടുണ്ടാവും. അപ്പോൾ ഒരു ബസ്സിൽ വന്ന് ഇറങ്ങുക, എന്നിട്ട് അടുത്ത ബസ്സിൽ നേരെ ഇതാ ഞങ്ങൾ കയറാൻ പോകുന്ന പോലെ കയറുക, തിരിച്ച് റൂമിലേക്ക് പോവാ. ഓക്കെ. ഹലോ സുഹൃത്തുക്കളെ, ഞങ്ങൾക്ക് ഇന്ന് എന്തായാലും ഷിപ്പിൽ കയറാൻ പറ്റിയില്ല. നമ്മള് മൂഞ്ചി പോയി കേസ്. ഞങ്ങൾക്ക് ഓൺലൈനിൽ ടിക്കറ്റ് എടുത്താലേ ഷിപ്പിൽ കയറാന്നാ പറഞ്ഞത്. ഇനി അതിന്റെ പ്രൊസീജിയേഴ്സ് എങ്ങനെയാന്ന് അറിയില്ല. അപ്പൊ എന്താണ് എന്തായാലും അടുത്ത പ്രാവശ്യം നമ്മള് ഓൺലൈനിൽ ടിക്കറ്റ് എടുത്തിട്ട് കയറിയിരിക്കും. സങ്കടം ഉണ്ടോ കയറാൻ പറ്റാത്തതിന്? അത് വളരെ സങ്കടമുണ്ട്. അടുത്ത പ്രാവശ്യം നമ്മള് സെറ്റാക്കും. അടുത്ത പ്രാവശ്യം നമ്മൾ എന്തായാലും ഓൺലൈൻ ടിക്കറ്റ് എടുത്തിട്ട് ഷിപ്പിൽ കയറുന്നതായിരിക്കും. പ്രത്യേകിച്ച് ഷെഫീക്ക് ഉണ്ടാവും. എന്താണ് പിടിച്ചു പുറത്താക്കിയില്ല നമ്മളന്ന് കാലത്തിന് പിടിച്ചു പുറത്താക്കി മനുഷ്യനെ. ഞാൻ സന്തോഷത്തോട് പോയതാണ്, പക്ഷെ സങ്കടത്തോടെ ഷെഫീക്ക് തിരിച്ചു പോവുകയാണ്. കൗത്തിന് പിടിച്ചു പുറത്താക്കി. ടിക്കറ്റ് വർത്തനം കേട്ട് പോയതല്ലേ.